ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ചെയ്യുന്നത്. ഉച്ച വരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്ന് അവധിയാണ് കേട്ടോ. വിച്ചൂട്ടനും ദേവൂട്ടനും ഒക്കെ ഇന്ന് സ്കൂളിൽ പോകണ്ടല്ലോ. മഴയും വെള്ളമൊക്കെ കാരണം അവധി ഇട്ടിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ പാലപ്പാണ്. ഞാൻ പാലപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മ അത് അപ്പം ചൂടുന്നു. പിന്നെ ഒരു തിക്ക് ഗ്രേവിയുടെ ഒരു മുട്ടക്കറിയും വെച്ചിട്ടുണ്ട്. മഴയൊക്കെ ഇങ്ങനെ തകൃതിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഭയങ്കര ശക്തിയായിട്ടില്ലെങ്കിലും പെയ്തുകൊണ്ട് തന്നെ ഇരിപ്പുണ്ട്. ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഒരു ചേനവേട്ടയ്ക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. പറമ്പിൽ നമ്മളൊരു ഒന്ന് രണ്ട് കൊല്ലം മുമ്പ് ചേന വെച്ചിട്ട് പിന്നെ അതിങ്ങനെ പറിച്ചൊന്നും ഇല്ലായിരുന്നു. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് കാടുമൊക്കെ ആയി നമുക്ക് അങ്ങോട്ട് പോകാനും പറ്റാതെ കൂവക്കാടെന്ന് വേണേൽ പറയാം, അതുപോലെ കാടാണ്. അപ്പോൾ അതിനിടയ്ക്ക് അമ്മ കഴിഞ്ഞ ദിവസം പോയപ്പോഴത്തേന് ഇതിൻ്റെ ഇലയൊക്കെ കണ്ടു. ഇതിങ്ങനെ ആ കാടിനിടയ്ക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ചേനയുണ്ടെന്ന്. ഒരെണ്ണ അമ്മ കണ്ടുള്ളായിരുന്നു. പക്ഷെ നമ്മൾ 2-3 ചേന വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ 3 എണ്ണം കണ്ടുപിടിച്ചു. ഒരെണ്ണം കുഞ്ഞതായതുകൊണ്ട് നമ്മളത് എടുത്തില്ല. ഒരെണ്ണത്തിൽ നിന്ന് നമ്മൾ ഇട്ട് നോക്കുക, എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും എന്നുള്ള, നമ്മൾ പറിക്കാതൊക്കെ ഇരിക്കുമല്ലായിരുന്നു. അപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ തണ്ടും ഒക്കെ തോരനും ഒക്കെ വെക്കാമല്ലോ. അങ്ങനെ കുറച്ച് പണിപ്പെട്ട്, കാരണം മണ്ണൊക്കെ നല്ല ഇളകി കിടക്കും. പക്ഷെ അതിങ്ങനെ ഈ എല്ലാത്തിൻ്റെയും വേരും കമ്പും എല്ലാം കൂടി ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ. ശരിക്കും എനിക്കത് ഇത് കിളച്ചെടുക്കാൻ പറ്റുന്നില്ല. എന്നാൽ തണ്ട് തന്നെ ആദ്യം ഇങ്ങ് പോകുന്നു. അപ്പോൾ പിന്നെ ഇനിയിപ്പം മൊത്തം മുറിഞ്ഞ് പോയെന്ന് വിചാരിച്ച്, പക്ഷെ അത് കിട്ടി കേട്ടോ. ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ അമ്മ പറഞ്ഞു, അതിൻ്റെ ആ ഒരു സൈഡിൽ നിന്ന് പിക്കാസിനൊന്നിങ്ങനെ ജസ്റ്റ് പൊക്കി കൊടുത്താൽ മതി, ഒത്തിരി ഇട്ടിങ്ങനെ കൊത്തൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. അങ്ങനെ വെച്ചപ്പോഴത്തേന് ഒരു കുഞ്ഞ് ചേന കിട്ടി കേട്ടോ. ഒരുപാട് വലിപ്പമൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി. ഇതൊക്കെ പറിച്ചെടുക്കുന്നതൊന്നും കാണാൻ വിച്ചൂട്ടനും ദേവൂട്ടനും നിന്നില്ല. അവർക്ക് പേടിയായിരുന്നു. ഇത്രയും കാടല്ലേ, ഇതിനകത്ത് പാമ്പൊക്കെ കാണുമെന്ന് പറഞ്ഞിട്ട്. പിന്നെ അതും ഇതുമൊക്കെ ഇങ്ങനെ അഴുക്കുകളും ഒക്കെ ഉണ്ടല്ലോ, ഇലയൊക്കെ ചീഞ്ഞു. അപ്പോൾ അത് അയ്യേന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് മാറിപ്പോകുന്നു. ഇതിനകത്ത് വല്ലതും കാണുമെന്നൊക്കെ പറഞ്ഞ്. അതുകൊണ്ട് ഇത് എടുക്കുന്നതൊന്നും അവർ കണ്ടില്ല. അപ്പോൾ ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ തിരിച്ച് കയറിയാണ് കേട്ടോ. പിന്നെ മഴ പെയ്തു. അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഒന്ന് മഴ കുറഞ്ഞ സമയത്ത് അവരെ വിളിച്ചില്ല, ഞാനും അമ്മയും കൂടെ പോന്നു. ഞങ്ങൾ രണ്ടാമത്തതും ഇങ്ങനെ എടുക്കുവാണ്. പക്ഷെ അതിലൊന്നുമില്ല. ഉണ്ടായിരുന്നു, അത് ചീഞ്ഞ് ഇങ്ങനെ വല്ലാണ്ടായി നിൽക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ കിട്ടിയില്ല. നമുക്ക് തണ്ടെടുക്കാമല്ലോ. ഇതിൽ അതിൻ്റെ തണ്ട് മാത്രമേ എടുത്തിട്ടുണ്ട്. ഇതും ഞാൻ കുറച്ച് പാടുപെട്ടു കേട്ടോ. കുറേ വേരുകളൊക്കെ ആയിരുന്നു അതിൻ്റെ അടിയിൽ, മരത്തിൻ്റെയൊക്കെ. അപ്പം നല്ല പാടായിരുന്നു എനിക്ക് പൊക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എങ്ങനെയൊക്കെയോ അതിനെ ഞങ്ങൾ പുറത്തെടുത്തു. പക്ഷെ കഷ്ടപ്പെട്ടത് വെറുതെ ആയി. ചേന ഉണ്ടായിരുന്നു, ഒരുപാട് വലിപ്പമില്ലാതെ. പക്ഷെ അത് ചീഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ചേനത്തണ്ടും പയറും കൂടെ തോരനാണ്. ഇന്നത്തെ നമ്മുടെ ഉച്ചക്കത്തെ ഭക്ഷണത്തിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അമ്മ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതൊക്കെ ഇങ്ങനെ അരിഞ്ഞെടുക്കുവാണ്. ഒരു തണ്ടേ നമ്മളിപ്പം തോരൻ വെക്കാൻ എടുക്കുന്നുള്ളൂ. ഒരെണ്ണം കൂടെ കിട്ടിയിട്ടുണ്ടല്ലോ, അത് നമ്മൾ ഇങ്ങനെ ഫ്രിഡ്ജിൽ ഒരു കവറിനകത്ത് കെട്ടി ഫ്രിഡ്ജിൽ മാറ്റി വെക്കാമെന്ന് വെച്ചു. എല്ലാം കൂടെ ഒന്നിച്ച് തോരൻ വെക്കണ്ടല്ലോ. അപ്പോൾ ഇതും വൻപയറും കൂടെ തോരൻ വെക്കണം. അമ്മ അതിനുള്ള അതെല്ലാം അരിഞ്ഞ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ അമ്മ ചേനത്തണ്ടും പയറും ഒക്കെ ഇട്ടിട്ടുള്ള തോരനൊക്കെ അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കഴിക്കുന്നത്.
ഇത് ചേന കഴിക്കും, നമ്മൾ മെഴുക്ക് പുരട്ടിയോ അവിയലിനകത്ത് അങ്ങനെ കഴിക്കും എന്നല്ലാണ്ട് ചേന തണ്ട് തോരൻ വെച്ച് കഴിച്ചിട്ടില്ലായിരുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. വീണ്ടും മഴയൊക്കെ തുടങ്ങിയ സമയത്ത് അമ്മ മാങ്ങാപ്പഴമൊക്കെ അവിടെ ചെത്തിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഞാനൊരു മോര് കാച്ചി, തേങ്ങയൊന്നും അരയ്ക്കാണ്ട് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു മോരൊക്കെ കാച്ചി വിച്ചൂട്ടനും ദേവൂട്ടനും ഒക്കെ ഇരുന്നും കിടന്നും ഒക്കെ TV കണ്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ ഒരു മീൻ കറിയും കൂടെ വെക്കണമായിരുന്നു, അതും വെച്ചു. അങ്ങനെ നമ്മുടെ അടുക്കളയിലെ പരിപാടികളെല്ലാം കഴിഞ്ഞു. എല്ലാം വൃത്തിയാക്കി അടുക്കള ക്ലോസ് ചെയ്തു. ഇതൊക്കെയാണ് നമ്മുടെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. അതുപോലെ എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണേ. മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.